കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0. ഇന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത് M005 പേപ്പർ കോഡ് ആയിട്ടുള്ള ജിനോമിക്സ് ആൻഡ് പ്രോട്ടിയോമിക്സ് എന്ന് പറയുന്ന പേപ്പറിനെയാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. ബേസിക്കലി നമ്മൾ ഈ ഒരു സെറ്റ് ഓഫ് ഡോക്യുമെന്റ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഒരു പ്രോപ്പർ റോഡ് മാപ്പ് പോലെയാണ്. നിങ്ങൾക്ക് എൻറ്റയർ പ്രോസസ്സിലേക്ക്, നിങ്ങളുടെ റിവിഷൻ പ്രോസസ്സിലേക്ക് ഒരു നല്ല മുതൽക്കൂട്ട് എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്യുന്നത്. ടേം ആൻഡ് എക്സാംസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനെ പ്രോപ്പർലി ചാനൽ ചെയ്യാൻ പറ്റുന്ന ഇൻസൈറ്റ്സ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഒരു പ്രോപ്പർ റോഡ് മാപ്പ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രോപ്പർ സിലബസ് മാപ്പിംഗ്, എക്സാം പാറ്റേൺ അനാലിസിസ്, റിക്വയറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ്. ഇവിടെ നിങ്ങൾക്ക് ടോപ്പിക്സിന്റെ പ്രോബബിലിറ്റി, അതിന്റെ പ്രിഡിക്ഷൻ ഒക്കെ ഡാറ്റാ വെയിറ്റേജിന്റെ ഭാഗമായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ കൂടെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനെ പ്രോപ്പർലി റെപ്രസെന്റ് ചെയ്ത് എഴുതി നോക്കി സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് റെഡി ആവാൻ പറ്റും. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഇവാലുവേഷൻ നടത്തി കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസും യൂണിറ്റ്സും ഓരോ ബ്ലോക്സിലെ യൂണിറ്റ്സിനനുസരിച്ചിട്ട് ഏത് ടോപ്പിക്കിനാണ് കൂടുതൽ വെയിറ്റേജ്, അതിന്റെ ഫ്രീക്വൻസി എങ്ങനെയാണ്, ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്രോപ്പറായിട്ട് ഏത് ഏരിയയിൽ നിന്ന് കൃത്യമായിട്ട് തുടങ്ങണം, അല്ലെങ്കിൽ ഏത് ഏരിയക്ക് എത്രത്തോളം സമയം ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഐഡിയ കിട്ടും. സോ നമുക്ക് ഒരു പ്രോപ്പർ സിലബസ് മാപ്പിംഗിലേക്ക് കടക്കാം കേട്ടോ. ബ്ലോക്ക് 1 യൂണിറ്റ് 2 ലൈൻസ്, അതായത് ലോങ് ഇന്റർസ്പേഴ്സ്ഡ് ന്യൂക്ലിയർ എലമെന്റ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ, റിട്രോ ട്രാൻസ്പോസോൺസ്, സിൻസ്, ഇതെല്ലാം ലോവർ എലമെന്റ്സിലാണ് വരുന്നത്. അപ്പൊ ഈ ലോവർ എലമെന്റ്സ് ഉള്ള ഏരിയാസിന് നിങ്ങൾ ജസ്റ്റ് ഒരു റീഡിങ് കൊടുക്കുക, അതിന്റെ ഡെഫിനേഷൻ വൈസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് കൂടുതൽ ടൈം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ബ്ലോക്ക് 1 തന്നെയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് 3 ജീൻ ഡ്യൂപ്ലിക്കേഷൻ മെക്കാനിസം, ദെൻ വെർട്ടിബ്രേറ്റ് ഗ്ലോബിൻ ജീൻ ഫാമിലി എവല്യൂഷൻ, ദെൻ ട്രാൻസ്ക്രിപ്റ്റോംസ് അനാലിസിസ്, ഹൈബ്രിഡൈസേഷൻ ബേസ്ഡ് അപ്രോച്ച്. ഇത് ബേസിക്കലി ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 4 ആണ്. ദെൻ ട്രാൻസ്ക്രിപ്റ്റോംസ് അനാലിസിസ് സീക്വൻസിങ് ബേസ്ഡ് ഓൺ അപ്രോച്ച്, ദെൻ ക്ലോൺ ബൈ ക്ലോൺ ഹൈറാർക്കിയൽ ജീനോം സീക്വൻസിംഗ് എന്ന് പറയുന്നത് യൂണിറ്റ് 6 അത് ബ്ലോക്ക് 2 ഇതെല്ലാം ലോ റെലവൻസ് ഉള്ള ഏരിയാസ് ആണ്. എഗെയിൻ യൂണിറ്റ് 6 ഹോൾ ജീനോം ഷോർട്ട് ഗണ്ണും, ദെൻ യൂണിറ്റ് 7 മൾട്ടിപ്പിൾ സീക്വൻസസും, സീക്വൻസ് അലൈൻമെന്റ്സും, ടൈപ്സ് ആൻഡ് യൂസസ്, ദെൻ പ്രോട്ടീൻസ് സെക്കൻഡറി സ്ട്രക്ചർ പ്രിഡിക്ഷൻ ടൂള്, ദെൻ എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്സ്, ESTs നമ്മൾ പറയില്ലേ, അതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ലോ റെലവൻസ് ആ. സോ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തല്ല, അത്രത്തോളം ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ അതിന് പഠിക്കേണ്ട. ഈ റെലവൻസ് പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് പഠിക്കേണ്ട എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ അതിന് കൊടുക്കുന്ന അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിന് നിങ്ങൾ അതനുസരിച്ച് സെറ്റ് ചെയ്യുക എന്നുള്ള ഐഡിയ ആണ് കേട്ടോ. എഗെയിൻ ഫെർദർ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്ലോക്ക് 2 യൂണിറ്റ് 8, യൂണിറ്റ് 9, യൂണിറ്റ് 10, യൂണിറ്റ് 12 അതിൽ നോർത്തേൺ ബ്ലോട്ടിംഗ് ആൻഡ് പ്രിൻസിപ്പിൾ, ക്വാണ്ടിറ്റേറ്റീവ് RT-PCR പ്രിൻസിപ്പിൾസ്, ദെൻ CDNA AFLP, ദെൻ വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ഫോർ സ്പെസിഫിക് പ്രോട്ടീൻ ഡിറ്റക്ഷൻ, ബ്ലോട്ടിംഗ് എഫിഷ്യൻസി, 2D ജെൽ പാറ്റേൺ സോഫ്റ്റ്വെയർ ഇവാലുവേഷൻ ഓർ ഡിറ്റക്ഷൻ ഒക്കെ ലോ റെലവൻസിൽ പെടുന്ന ആളുകളാണ്. എഗെയിൻ പറയുകയാണെങ്കിൽ ബ്ലോക്ക് 3 തന്നെ യൂണിറ്റ് 12 then post electrophoresis protein detection and visualization, unit 13 preparation of microarray, then unit 13 block 3 തന്നെ unit 13 types of protein microarrays, and then 14 unit 14 genomic analysis and plasmodium falciparum, then ഹ്യൂമൻ ജീനോം പ്രോജക്ട് HGSP എന്ന് പറയുന്നത് ഇതെല്ലാം ലോ റെലവൻസിലാണ് വരുന്നത്. ദെൻ ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം ബാക്ക്, ദെൻ യാക്ക് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം, then DICE DNA I components, small interfering DNA
SIRNA എന്ന് DNA അല്ല RNA, SIRNA എന്ന് പറയുന്നത് ഇതെല്ലാം ലോ റെലവൻസിലാണ് വരുന്നത് കേട്ടോ. കൃത്യമായിട്ട് ബ്ലോക്സ് വീണ്ടും പറയുകയാണെങ്കിൽ യൂണിറ്റ് 17 ഐസോടോപ്പ് കോഡഡ് അഫിനിറ്റി ടാഗ്, ദെൻ സ്റ്റേബിൾ ഐസോടോപ്പ് ലേബലിംഗ് ബൈ അമിനോ ആസിഡ്സ് ഇൻ സെൽ കൾച്ചർ, സിലാക് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്, ഇതെല്ലാം ലോ റെലവൻസിലാണ് വരുന്നത് കേട്ടോ. സോ ഇതൊരു വിഷ്വൽ ഡയഗ്രാം അല്ലെങ്കിൽ ഒരു ബാർ ചാർട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാവും ഏത് ബ്ലോക്സിനാ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടതെന്നുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അനാലിസിസ് വഴിയാണ് നമ്മൾ ഈ ഒരു ട്രെൻഡ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ വിഷ്വലൈസ് ചെയ്ത് തന്നിരിക്കുന്നത്. മോർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് ബ്ലോക്ക് 4 ആൻഡ് ബ്ലോക്ക് 2 ആണ്. അതിൽ നിന്ന് കുറവ്, അതായത് കമ്പാരിറ്റീവ്ലി അതിലോട് സെക്കൻഡ് ലെയറിലേക്ക് വന്നിരിക്കുന്ന ആളാണ് ബ്ലോക്ക് 1 ആൻഡ് ലോ റെലവൻസിന്റെ അല്ല, കമ്പാരിറ്റീവ്ലി കുറവ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കുറവ് ഇമ്പോർട്ടൻസ് നമുക്ക് കണ്ടിട്ടുള്ള ബ്ലോക്കാണ് ബ്ലോക്ക് 3. അപ്പൊ ഈ ഐഡിയയിൽ തന്നെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഡാറ്റയുടെ ബേസിസിൽ തന്നെ നിങ്ങളുടെ റിവിഷൻ ഒക്കെ ഒന്ന് നിങ്ങൾ ചാനൽ ചെയ്ത് നോക്കൂ കേട്ടോ. ദെൻ എഗെയിൻ ഇവിടെ ഒരു ഹീറ്റ് മാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹീറ്റ് മാപ്പ് യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഹോട്ട് ടോപ്പിക്സ്. അപ്പൊ അത് നിങ്ങൾ നോക്കിയാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളത് കേട്ടോ. ക്ലിയർ ആയിട്ട് അതിന്റെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആയിട്ടാണ് നമ്മൾ ഈ ഹീറ്റ് മാപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ടോപ്പ് 3 ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻസിനെ നമുക്ക് കാണാം. അതായത് അവര് കൂടുതൽ ടൈം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ജീൻ എക്സ്പ്രഷൻ പ്രൊഫൈലിംഗ് കോർ മെത്തേഡ്സ്, QRT-PCR, നോർത്തേൺ ബ്ലോട്ടിംഗ്, ESTs, അത് ബ്ലോക്ക് 2 യൂണിറ്റ് 8 ആണ്. 3 കമ്പൈൻഡ് മെൻഷൻസും ഫണ്ടമെന്റൽ അസൈ ലിറ്ററസി ഫ്രീക്വൻസി സാമ്പിൾഡും ആണ്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു ഏരിയനെ ഫോക്കസ് ചെയ്യുക. ദെൻ ട്രാൻസ്പോസബിൾ എലമെന്റ്സ് ആൻഡ് റിപ്പീറ്റ്സ്, ജീനോം സീക്വൻസിങ് സ്ട്രാറ്റജീസ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മളൊരു കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് നടത്തുമ്പോഴേ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2 പാർട്ട് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതായത് A പാർട്ടിന് 5 മാർക്സ് ഉണ്ടാവും, B പാർട്ടിന് 5 മാർക്സ് ഉണ്ടാവും. പിന്നെ ഒരു ക്വസ്റ്റിന് മാത്രം 10 മാർക്സ് ആയിട്ടുള്ള സിംഗിൾ 10 മാർക്ക് ക്വസ്റ്റ്യൻസ്, അത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ അനലിറ്റിക്കലോ ആയിട്ടുള്ള എസ്സേസ് ആയിരിക്കും. ട്രാൻസ്ക്രിപ്റ്റോൺസിന്റെ അപ്രോച്ചസും മൈക്രോ അറേസ് ഒക്കെ ചോദിക്കാൻ സാധ്യത ഈ ഒരു ടൈപ്പിലായിരിക്കും. ദെൻ കമ്പോസിറ്റ് അൺഈവൻ സ്പ്ലിറ്റ്സ്, അതായത് 6+4 7+3 എന്നുള്ള രീതിയിലുള്ള ലെവലിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. എഗെയിൻ അതും ഈ പറയുന്ന പോലെ 10 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെ അതിന്റെ സ്പ്ലിറ്റിനനുസരിച്ച് ഒരു 120 to 160 വേർഡ്സിൽ നിങ്ങൾ അതിനെ കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യാൻ നോക്കുക. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഷോർട്ട് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 4 into 2.5 എന്നുള്ള രീതിയിൽ, അതായത് 10 മാർക്സ് ക്വസ്റ്റ്യൻസ് തന്നെ ഇങ്ങനെ വരാം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 40 to 60 വേർഡ്സിൽ സപ്പാർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ക്രിസ്പ് ആയിട്ടുള്ള ഡെഫിനേഷൻസോ എക്സാമ്പിൾസോ ഒക്കെ ആയിട്ടുള്ള പോയിന്റ്സ് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ ഓക്കെ ആണ്. ഇനി നോട്ട് ഒബ്സർവ്ഡ് ഇൻ 2024-25 പേപ്പേഴ്സ് കേസിൽ വരാണെങ്കിൽ ചിലപ്പോൾ ഈ ന്യൂമറിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം സോൾവിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വന്ന് കണ്ടിട്ടില്ല, ഫിൽ ഇൻ ദ ബാങ്ക്സോ MCQs ഒന്നും വന്ന് കണ്ടിട്ടില്ല കേട്ടോ. ദെൻ ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 പാർട്സ്, 5+5 എന്ന് പറയുന്ന രീതിയിൽ 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ സിംഗിൾ 10 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ മിനി എസ്സേസ് പ്രൊവൈഡ് ചെയ്യാൻ നല്ലത്. ഒരു 5+5 എന്ന് പറയുമ്പോൾ ഈക്വൽ റെലവൻസിൽ അല്ലെങ്കിൽ ഈക്വൽ ഇമ്പോർട്ടൻസിൽ ഈക്വൽ നമ്പർ ഓഫ് പോയിന്റ്സിൽ കൃത്യമായിട്ട് അതിനെ പ്രസന്റ് ചെയ്യാൻ നോക്കുക. സിംഗിൾ 10 മാർക്സ് ആണെങ്കിൽ കൃത്യമായിട്ട് ഡെപ്ത് ആൻഡ് സ്ട്രക്ചർ കൃത്യമായിട്ട് പ്രസന്റ് ചെയ്ത് പോവാം. അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, ആപ്ലിക്കേഷൻസ് വിത്ത് ലോജിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് പ്ലസ് എക്സാമ്പിൾസ് സഹിതം. ദെൻ കോമ്പോസിറ്റ് ടൈപ്പ് ആണ് 6+4 എന്നുള്ള കണ്ടീഷനിലാണ് വരുന്നതെങ്കിൽ കൃത്യമായിട്ട് 60 to 70% എഫേർട്ട് ലാർജർ സബ്പാർട്ടിനും ബാക്കി സെക്കൻഡ് സബ്പാർട്ടിലും, അതായത് കൂടുതൽ മാർക്ക് കുറവുള്ള സബ്പാർട്ടിനും നിങ്ങൾ എന്ത് ചെയ്യുക, വിന്യസിപ്പിക്കാം. ഓക്കെ, ഇത് കൂടുതലായിട്ടും 2024 ക്വസ്റ്റ്യൻ നമ്പർ 6 ആയിട്ട് പ്രോട്ടിയോണിക് ഡിറ്റക്ഷൻ പ്ലസ് മൈക്രോ അറേ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സെക്കൻഡ് സബ്പാർട്ട് കൺസൈസ് ആയിട്ട് പോയിന്റ് വൈസ് ആയിട്ട് കൊടുക്കുക. ഫസ്റ്റ് സബ്പാർട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കൂടുതൽ മാർക്ക് ഉള്ളതിന് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലാർജർ സബ്പാർട്ടിന് കുറച്ചും കൂടി എഫേർട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഷോർട്ട് അക്കൗണ്ട്സിലേക്ക് വരാണെങ്കിൽ 4 into 2.5 എന്ന് പറയുന്ന രീതിയിൽ വരുമ്പോൾ എഗെയിൻ നിങ്ങൾ 40 to 60 വേർഡ്സിൽ പെർ ഐറ്റത്തിന് ഡെഫിനീഷൻ, ഒരു ഫീച്ചർ, അതിന്റെ ആപ്ലിക്കേഷൻ വിത്ത് എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ അങ്ങനെയും പ്രൊവൈഡ് ചെയ്ത് കൊടുത്ത് എഴുതുക. മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ അനാലിസിസ് ചെയ്യുമ്പോഴേ ഒരു ഏകദേശം ഓൾമോസ്റ്റ് ഒരേ ലെയറിൽ നിൽക്കുന്ന രീതിയിലുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പിൽ ഈ ഒരു പെർട്ടിക്കുലർ പേപ്പറിൽ നമുക്ക് കണ്ടിട്ട് പോന്നിട്ടുള്ളത്. ബ്ലോക്ക് 1 ഒരു ആവറേജ് 20, ബ്ലോക്ക് 1, ബ്ലോക്ക് 2 ആൻഡ് ബ്ലോക്ക് 3 28.6 എന്ന് പറയുന്ന പെർസെൻറ്റേജിലാണ് അവരുടെ ടോട്ടൽ മാർക്ക് ഷെയർ വന്നിട്ടുള്ളത്. ബ്ലോക്ക് 4 14.3% എന്ന് പറയും. അപ്പം എല്ലാത്തിനും ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് പോയിട്ടുണ്ട് 3 ക്വസ്റ്റ്യൻസിന്റെ 3 പാർട്സിനും. ദെൻ 4 കുറച്ച് കുറവായിട്ട് ഉണ്ടെങ്കിൽ ഉള്ളത്.
നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഒരു ഡിഗ്രിയോ പി ജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, പി ജി, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. ഇനി സിംഗിൾ 10 മാർക്ക് ക്വസ്റ്റ്യൻസിന്റെ എസ്സേസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ കുറച്ചുകൂടെ കൊടുക്കേണ്ടതായിട്ടുള്ള ടൈമിനെ ഒന്ന് കൃത്യമായിട്ട് കണക്കുകൂട്ടി വെക്കുക. അതിനനുസരിച്ച് അതിനെ പ്രസന്റ് ചെയ്യുക. പ്രിപ്പറേഷൻ ടെക്നിക്സിൽ നിങ്ങളൊരു 52 മിനിറ്റ്സ് 2 പാർട്സ് ഉള്ള ക്വസ്റ്റ്യൻസിനും 40 അപ്രോക്സിമേറ്റ് ആട്ടോ ഈ പറയുന്നത്, എക്സാക്ട്ലി എന്നുള്ളതല്ല, ഒരു അപ്രോക്സിമേറ്റ് ആ ഒരു ടൈം ലിമിറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് എഴുതി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ടൈംലി നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാനും കൂടി പറ്റും. അപ്പോൾ 52 മിനിറ്റ്സ് 2 പാർട്ട് ക്വസ്റ്റ്യൻസിനും 43 മിനിറ്റ്സ് സിംഗിൾ എസ്സേ ക്വസ്റ്റ്യൻസിനും ഒരു 17 മിനിറ്റ്സ് ഷോർട്ട് അക്കൗണ്ട്സിനും 8 to 7 മിനിറ്റ്സ് എന്ന് പറയുന്നത് കോമ്പോസിറ്റ് ആയിട്ട് കൃത്യമായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഒരു ബഫർ ആയിട്ട് വെക്കോ. ദെൻ 5 മിനിറ്റ്സ് നമുക്ക് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യാനായിട്ട് അതിന്റെ ഔട്ട്ലൈൻ മനസ്സിലാണെന്നുണ്ടെങ്കിലും പേപ്പറിലാണെങ്കിലും ഒന്ന് ഫോം ചെയ്യാനായിട്ടൊക്കെ ടൈം എടുക്കുക. ഒരു 20 to 25 മാർക്സ് വേർഡ്സിൽ പെർ മാർക്സ് എന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് നിങ്ങൾക്ക് അതിനെ ഒന്ന് സ്ട്രക്ചർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ ഡയഗ്രാംസിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടി പ്രയോറിറ്റി കൊടുത്ത് ഡയഗ്രാംസിന്റെ ഔട്ട്ലൈനിങ് ഒക്കെ കൊടുത്ത് പോവുക. ഈ റിപ്പീറ്റേറ്റീവ് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ നിങ്ങൾക്ക് ടോപ്പിക് ബേസ് ചെയ്ത് പറഞ്ഞ് സ്പെസിഫൈ ചെയ്ത് പറയാനാണെങ്കിൽ എക്സ്പ്രഷൻ ഓഫ് പ്രൊഫൈലിംഗ് അസൈസ്, ദെൻ ട്രാൻസ്ക്രിപ്റ്റോൺ അപ്രോച്ചസ്, ജീനോമിക് സീക്വൻസിങ് സ്ട്രാറ്റജീസ്, 2DG ഡിറ്റക്ഷൻ, അനാലിസിസ്, ദെൻ മൈക്രോ അറേയുടെ പ്രിപ്പറേഷനും ടൈപ്പ് ഓഫ് പ്രോട്ടീൻ മൈക്രോ അറേയും. ഇതെല്ലാം ആദ്യത്തെ ഒഴിച്ച് ബാക്കി എല്ലാവരും 2 times നമ്മൾ കണ്ടിട്ടുള്ളതും 2 times അത് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതും. ദെൻ എക്സ്പ്രഷൻ പ്രൊഫൈലിംഗ് എസ്സേ എന്ന് പറയുന്നത് 4 time റിപ്പീറ്റേഷൻ കാണിച്ചിട്ടുള്ളതുമാണ്. ദെൻ ബയോ ഇൻഫോർമാറ്റിക്സിലെ യൂണിറ്റ് 7 സെക്കൻഡറി സ്ട്രക്ചർ പ്രഡിക്ഷൻ ഓർ MSA, ദെൻ ട്രാൻസ്പോസിബിൾ എലമെന്റ്സ് ആൻഡ് റിപ്പീറ്റ്സ്, ജീൻ ഡ്യൂപ്ലിക്കേഷൻ ആൻഡ് എവല്യൂഷൻ, അത് ഇൻക്ലൂഡിങ് ഗ്ലോബിൻ ഫാമിലി നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ദെൻ ആർട്ടിഫിഷ്യൽ ക്രോമസോമിൽ യാക്കും ബാക്കും, ദെൻ DNA കോമ്പോണന്റ് ഡൈസർ അല്ലെങ്കിൽ RNA കോമ്പോണന്റ്സിലെ ഡൈസർ ഓർ siRNA എന്ന് പറയുന്നതും ഇമ്പോർട്ടന്റ് ആണ്. ഫ്രീക്വൻസി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 2 യൂണിറ്റ് 8 or 9 4 times അപ്പിയറൻസ് വന്നിട്ടുണ്ട് ഒരു 5 മാർക്ക് ആവറേജിൽ. ബ്ലോക്ക് 1 യൂണിറ്റ് 4 വന്നിട്ടുണ്ട്. ബ്ലോക്ക് 3 യൂണിറ്റ് 12 8 മാർക്ക് ആവറേജിൽ വന്നിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 30 2 times 7 മാർക്സിലായിട്ട് യൂണിറ്റ് 7 5 മാർക്സ്, യൂണിറ്റ് 3 5 മാർക്സിൻ്റെത് വന്നിട്ടുണ്ട്. യൂണിറ്റ് 6 5 മാർക്സ്, യൂണിറ്റ് 2 5 മാർക്സ്. ദെൻ യൂണിറ്റ് 15 ആൻഡ് യൂണിറ്റ് 14 അതായത് നമ്മുടെ ജീനോമിക് എക്സംപ്ലേഴ്സും ആർട്ടിഫിഷ്യൽ ക്രോമസോംസിന്റെയും 2.5 ടൈപ്പ് മാർക്കിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ ചാർട്ട് കൂടെ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ട് ഉണ്ട്. ഇനി ഒരു സ്ട്രാറ്റജിക് അഡ്വൈസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ടൈം കൊടുത്ത് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസിന്റെയും സ്ട്രക്ചർ അനുസരിച്ച് നമുക്കറിയാലോ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആ വരുന്നത് എന്നുള്ളതിന്റെ ഒരു ഐഡിയ ഉണ്ടല്ലോ നമുക്ക്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനാലിസിസ് നമ്മൾ ചെയ്തത് വെച്ചിട്ട്. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ടൈപ്പ് അനുസരിച്ച് അതിന് ടൈം കൂടെ പ്രൊവൈഡ് ചെയ്ത് ഒരു എൻ്റയർ സ്ട്രക്ചർ ഫോം ചെയ്യാനായിട്ട് നിങ്ങൾ ഈച്ച് കോമ്പോണൻസിനും എത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കുക. കൃത്യമായിട്ട് നേബിൾഡ് ആയിട്ടുള്ള ഡയഗ്രാം ഉണ്ടെങ്കിൽ അങ്ങനെ, ആപ്ലിക്കേഷൻസിൽ അങ്ങനെ, ഇൻട്രൊഡക്ഷൻ പേജിൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ട് അതനുസരിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ടൈംലി നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി പ്രാക്ടീസ് ബോത്ത് സൈഡ്സ് ഓഫ് പെയർഡ് ഐറ്റംസ്. പെയർഡ് ഐറ്റംസിൽ 2 സൈഡ്സ് നിങ്ങൾ പ്രോപ്പർലി നോക്കി തന്നെ വെക്കുക, പ്രാക്ടീസ് തന്നെ ചെയ്യുക. WGS അല്ലെങ്കിൽ ക്ലോൺ ബൈ ക്ലോൺ, ഹൈബ്രിഡൈസേഷൻ, സീക്വൻസിങ്, ഇതിനൊക്കെ കൃത്യമായിട്ട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്ന ടേബിൾസ് തന്നെ എഴുതി പഠിക്കുക. സ്പേസ്ഡ് റെപ്പിറ്റേഷൻ നമുക്ക് കൃത്യമായിട്ട് അറ്റ്ലീസ്റ്റ് ട്വൈസ് പ്രാക്ടീസ് ചെയ്യുക. സെഷൻ 1 ഫോർ സ്ട്രക്ചർ ആൻഡ് സെഷൻ 2 ഫോർ ദ പ്രിസിഷൻ. ഇനി ടോപ്പിക് പ്രോബബിലിറ്റി നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ യൂണിറ്റ് 2 യൂണിറ്റ് 3 അതിലെ ട്രാൻസ്പോസിബിൾ എലമെന്റ് റിപ്പീറ്റ്സും ജീൻ ഡ്യൂപ്ലിക്കേഷൻ ആൻഡ് ജീൻ ഫാമിലീസ് ഇൻക്ലൂഡിംഗ് ഗ്ലോബൽ അത് ഇമ്പോർട്ടന്റ് ആണ്, ഹൈ റെലവൻസിലാണ്. ട്രാൻസ്ക്രിപ്റ്റോൺ അനാലിസിസും ഹൈബ്രിഡൈസേഷൻ ബേസ്ഡ്, ട്രാൻസ്ക്രിപ്റ്റോൺസിന്റെ അനാലിസിസ് ഓർ സീക്വൻസിങ് ബേസ്ഡ്,
ദെൻ ജീനോം സീക്വൻസിങ് സ്ട്രാറ്റജീസ്, നമ്മളുടെ WGS, ജീനോം സീക്വൻസിങ് സ്ട്രാറ്റജീസ് ക്ലോൺ ബൈ ക്ലൂൺ, ദെൻ ഇൻഫോർമാറ്റിക്സ് ടൂൾ സെക്കൻഡറി സ്ട്രക്ചർ പ്രഡിക്ഷൻ ഒക്കെ മീഡിയം റെലവൻസിലാണ് വരിക. ദെൻ ബയോ ഇൻഫോർമാറ്റിക്സ് ടൂൾസ് മൾട്ടിപ്പിൾ സീക്വൻസസ് അലൈൻമെന്റ്, എക്സ്പ്രഷൻ പ്രൊഫൈലിംഗ് അസേസ്, എക്സ്പ്രഷൻ പ്രൊഫൈലിംഗ് അസേസ് നോർത്തേൺ ആൻഡ് ESTs, വെസ്റ്റേൺ ബ്ലോട്ടിംഗ് പ്രിൻസിപ്പിൾ എഫിഷ്യൻസി ക്രിട്ടിക്, ദെൻ 2DGE പോസ്റ്റ്, അതായത് നമ്മൾ ഇലക്ട്രോഫോററ്റിക് ഡിറ്റക്ഷൻ ഓർ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് മീഡിയം റെലവൻസിൽ വരുമ്പോൾ എഗെയിൻ യൂണിറ്റ് 12, യൂണിറ്റ് 13, യൂണിറ്റ് 13 തന്നെ മൈക്രോ അറേ പ്രിപ്പറേഷൻ, മൈക്രോ അറേ ടൈപ്സ് ഓഫ് പ്രോട്ടീൻ മൈക്രോ അറേസ്, 2DGE സോഫ്റ്റ്വെയർ ഫോർ ഇവാലുവേഷൻ ഓർ ഡിറ്റക്ഷൻ, ദെൻ ഷോർട്ട് അക്കൗണ്ട് പെർ HGP, YAC, ഡൈസർ, ICAT, ദെൻ ഷോർട്ട് അക്കൗണ്ട് സെറ്റ്, അതായത് നമ്മളുടെ ഫൽസിപാരത്തിന്റെ ഷോർട്ട് അക്കൗണ്ട്സ് ഉണ്ടാക്കുക, ബാക്കിൻ്റെ ഉണ്ടാക്കുക, SI RNA ഉണ്ടാക്കുക, സ്ലാക്കിന്റെ അല്ലെങ്കിൽ SI-LAC സ്ലാക്ക് എന്ന് നമ്മൾ പറയുന്ന അതിൻ്റെ ഇതും ഉണ്ടാക്കുക. ഇതെല്ലാം മീഡിയം റെലവൻസ് ആണ് കേട്ടോ. ഇനി നിങ്ങൾ കൃത്യമായിട്ട് നോക്കി പോകേണ്ട ഹൈ ഓർ മീഡിയം ടോപ്പിക്സ് എന്ന് പറയുന്നത് ട്രാൻസ്പോസിബിൾ എലമെന്റ്സ്, ജീൻ ഡ്യൂപ്ലിക്കേഷൻ, ട്രാൻസ്പോസിബിൾ എലമെന്റ്സ് ആൻഡ് റിപ്പീറ്റ്സ് ഉണ്ട്, ജീൻ ഡ്യൂപ്ലിക്കേഷൻ ആൻഡ് ജീൻ ഫാമിലീസ് ഉണ്ട്, ജീനോമിക് സീക്വൻസിംഗ് സ്ട്രാറ്റജീസ്, ജീൻ ഫംഗ്ഷൻ ബയോ ഇൻഫോർമാറ്റിക്സ്, എക്സ്പ്രഷൻ പ്രൊഫൈലിംഗ് അസേസ്, 2DGE അനാലിസിസ്, ദെൻ മൈക്രോ അറേസ്, ഷോർട്ട് അക്കൗണ്ട് ക്ലസ്റ്റേഴ്സ് ആയിട്ട് യാക്ക്, ബാക്ക്, RNA-I, ICAT, സിലാക് മിക്സ്, ദെൻ ഫെസിലിപാരത്തിൻ്റെതുണ്ട്, HGP ഉണ്ട്, ദെൻ ട്രാൻസ്ക്രിപ്റ്റോൺ അനാലിസിസ് ഹൈബ്രിഡൈസേഷൻ ബേസ്ഡ്, ട്രാൻസ്ക്രിപ്റ്റോൺ അനാലിസിസ് സീക്വൻസിംഗ് ബേസ്ഡ്, ദെൻ വെസ്റ്റേൺ ബ്ലോട്ടിംഗ്. ഇനി പ്രാക്ടിക്കൽസ് നോക്കുമ്പോൾ ഈ ഹൈ ഏരിയയില് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക, അവർക്ക് മാസ്റ്റർ ഡെഫിനേഷൻസ് ഉണ്ടാക്കുക, കോൺട്രാസ്റ്റ് കണ്ടുപിടിക്കുക, കൃത്യമായിട്ടൊരു 1 പേജ് സിസ്റ്റമാറ്റിക് ആയിട്ട് ബിൽഡ് ചെയ്ത് തന്നെ വെച്ച് പഠിക്കുക, 10 മാർക്ക് ഔട്ട്ലൈൻ പ്രൊവൈഡ് ചെയ്യുക, 2 to 3 സബ് ഹെഡിങ്സും അതിന്റെ ഡയഗ്രാംസും ഇൻക്ലൂഡ് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക, കൃത്യമായിട്ട് പാസ് പേപ്പേഴ്സിനെ റീറൈറ്റ് ചെയ്ത് നോക്കുക. മീഡിയം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ 40 to 69% നമ്മൾ പറയാം. അതിൽ ട്രാൻസ്ക്രിപ്റ്റോൺസിന്റെ ഹൈബ്രിഡൈസേഷൻ വേഴ്സസ് സീക്വൻസിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞതാ. അപ്പൊ അതൊക്കെ എഴുതി നോക്കുക, മെമ്മറൈസ് ചെയ്യുക വർക്ക് ഫ്ലോ, അതിനെ പ്രോപ്പർലി സീക്വൻസ് ചെയ്ത് എഴുതാൻ പഠിക്കുക, ലേബിൾഡ് ഡയഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്യുക. ലോ ഇമ്പോർട്ടൻസിലുള്ള MS ഫണ്ടമെന്റൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫിഷ്, DNA പ്രോട്ടീൻ ഇന്ററാക്ഷൻ അസേയും, റിപ്പോർട്ടർ ഓർ പ്രൊമോട്ടർ അസേയും, ബിയോണ്ട് RNA-I. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഫ്ലാഷ് കാർഡ്സിൽ 5 to 8 കീ പോയിന്റ്സ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാക്കാം. ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു എക്സാം പോയിന്റിൽ കൃത്യമായിട്ടുള്ള ടൈം ലിമിറ്റിൽ നിങ്ങളുടെ എക്സാമിനെ ചാനൽ ചെയ്ത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, അത് ഏത് ഏരിയയിൽ നിന്നാണെന്ന് കൂടി മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 എന്നാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ട് ബ്ലോക്ക് 1 യൂണിറ്റ് 2, ബ്ലോക്ക് 1 യൂണിറ്റ് 3 എന്നാണ് സെക്കൻഡ് പാർട്ട്. ക്വസ്റ്റ്യൻ 2 എന്ന് പറയുന്നത് 10 മാർക്സ് ക്വസ്റ്റ്യൻ ആ. അത് ബ്ലോക്ക് 1 എന്ന് പറയുന്നത് യൂണിറ്റ് 4ലെയും, അതിന്റെ A പാർട്ട് എന്ന് പറയുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 4ലെയും, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3 A പാർട്ട് എന്ന് പറയുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 6ഉം, ദെൻ B എന്ന് പറയുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 7ഉം ആ. ക്വസ്റ്റ്യൻ 4 A ആൻഡ് B എന്ന് പറയുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. 5+5 ആണ്. അതിൽ A എന്ന് പറയുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 8 ആണ്, B ബ്ലോക്ക് 2 തന്നെ യൂണിറ്റ് 9 എന്ന് പറയുന്ന യൂണിറ്റ്സ് എന്നാണ് വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ 5 എന്ന് പറയുന്നത് കൃത്യമായിട്ട് ബ്ലോക്ക് 3 യൂണിറ്റ് 13 ആ. ക്വസ്റ്റ്യൻ 6 എന്ന് പറയുന്നത് 10 മാർക്ക് ക്വസ്റ്റ്യൻ ആ, സിംഗിൾ 10 മാർക്ക് ക്വസ്റ്റ്യൻ ആ. അത് ബ്ലോക്ക് 3 യൂണിറ്റ് 12 ആ. ഇനി 7th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2.5 4 ക്വസ്റ്റ്യൻസ് ആ, 10 മാർക്ക് അങ്ങനെയാണ് അവിടെ കൃത്യമായിട്ട് വിന്യസിച്ചിട്ടുള്ളത്. അവിടെ ഓരോന്നിനെയും കൃത്യമായിട്ടുള്ള ഒരു ബ്രീഫ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാനാണ്, ഒരു 50 to 70 വേർഡ്സിൽ. അത് ജീനോമിക് അനാലിസിസ് വന്നിട്ടുണ്ട്, ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം വന്നിട്ടുണ്ട്, സ്മോൾ ഇന്റർഫെറിംഗ് RNA വന്നിട്ടുണ്ട്, ദെൻ സ്റ്റേബിൾ ഐസോടോപ്പ് ലേബലിംഗ് ബൈ അമിനോ ആസിഡ്സിന്റെ സെൽ കൾച്ചർ, അതായത് നമ്മുടെ സിലാക്ക്, ദെൻ ഹ്യൂമൻ ജിനോമിക് പ്രോജക്ട് HGP. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത്രത്തോടെയാണ് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒക്കെ അനാലിസിസ് പ്രകാരവും നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കാൻ ടൈം ബൗണ്ടഡ് ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡലും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വിത്ത് ദിസ് ഐ എം കൺക്ലൂഡിംഗ് മൈ പ്രസന്റേഷൻ. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവോയ്സിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.